എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം 200. ഈ 3 എണ്ണത്തിന് ഞാൻ നോക്കിക്കൊണ്ട് പോണം. എനിക്കെന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. ഞാൻ എന്താ വേണം, എനിക്ക് എന്ത് ചെയ്യാൻ അറിയാമേ. എത്ര വയസ്സായി തനിക്ക്? ഇയാൾക്ക് എന്താ പറ്റിയത്? ക്യാൻസറാ. ഇതാണ് രണ്ടാമത്തെ ആളല്ലേ? ഒരു ദിവസത്തെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന 50,000 രൂപ വെച്ച് 5 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് പിന്നെ 90,000 രൂപയുടെ ഇഞ്ചക്ഷൻ 10 എണ്ണം എടുക്കണം. എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഞാൻ അല്പത്തിലും ചെയ്യാൻ ഇനി ഒക്കത്തുള്ളു. ഞാനുണ്ട് തൻ്റെ ഒപ്പം കേട്ടോ. അച്ഛനായത് എന്നാ പറ്റി മേലല്ലേ? എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം 200. ഈ 3 എണ്ണത്തിന് ഞാൻ നോക്കിക്കൊണ്ട് പോണം. കടന്നകത്തി വീടെടുക്കുമോ, എന്റെ കുഞ്ഞിനെ നോക്കുമോ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ കിടന്ന് നെട്ടോട്ട് ഓടും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം പോയി കൊച്ചുമക്കളുടെ കാര്യം അറിയാം. അവർ മണ്ണിൽ പൊതയെന്ന് കാണുമ്പോൾ എങ്ങനെ നമുക്ക് വീട് പണിത് കൊടുക്കാതിരിക്കാൻ പറ്റും? അങ്ങനെ 4 വീടുകളോളം ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ്. 30ഓളം വീടുകൾ പണിത് കഴിഞ്ഞ് ഞാൻ അച്ചായനൊന്ന് പൊക്കോട്ടെ. ആരെയും വിമർശിക്കുന്നുമില്ല, പരിഹസിക്കുന്നുമില്ല. ഞാൻ എൻ്റെ വഴിയെ പൊക്കോട്ടെ. കുറെ പാവങ്ങളെ തേടി ഞാനും പൊക്കോട്ടെ. വളരെ നന്ദി. എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാം സാറേ. എനിക്ക് നന്ദി സാറേ. ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷമായെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കേൾക്കുന്നത്. ഭയങ്കര സന്തോഷമായി. എനിക്ക് നാളെ തൊട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ആഹാരം കഴിക്കാൻ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. ഇത് നല്ലൊരു ഫണ്ടുണ്ട് ചേച്ചി, ഇത് വെച്ച് എല്ലാ കാര്യങ്ങളും നടത്തുക. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. അച്ചായൻസ് കോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചു.